നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ദത്തുപുത്രി ഇനി ഇന്ത്യയുടെ സ്വന്തം. ബബിത പൗരത്വരേഖ കൈമാറി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. നാട്ടിലേക്ക് വരുന്നതിനിടെ വിമാനത്തിൽ വെച്ച് ഹൃദയാഘാതം, യുവാവ് മരിച്ചു. ചൂലൂരിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ദത്തുപുത്രി ഇനി ഇന്ത്യയുടെ സ്വന്തം. ബബിത പൗരത്വരേഖ കൈമാറി. കേരളത്തിന്റെ സംസ്കാരത്തെയും കലകളെയും ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ബ്രിട്ടന്റെ മകൾ പത്മശ്രീ ബബിത സേത്തിനി ഇന്ത്യക്ക് സ്വന്തം. കളക്ടറേറ്റിൽ നടന്ന പൗരത്വരേഖ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് ബബിത സേത്ത് പൗരത്വരേഖകൾ ഏറ്റുവാങ്ങി. ആനയെയും പൂരത്തെയും കാവിനെയും കേരള സംസ്കാരത്തെയും കലയെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ബബിത സേത്തിന് ഇത് അഭിമാനത്തിന്റെ നിമിഷം. തന്റെ 84-ാം വയസ്സിൽ ഇന്ത്യക്കാരിയാകുന്നതിൽ അഭിമാനിക്കുന്നുണ്ടെന്ന് ബബിത സേത്ത് പറഞ്ഞു. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷനാണ്. സാധാരണ മറ്റ് സിറ്റിസൺഷിപ്പിന് നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ സാധാരണ രജിസ്ട്രേഷനാണ് വരാറ്. എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റീവ്സ് എന്തെങ്കിലും ഒരു നമ്മുടെ രാജ്യമായിട്ട് ബന്ധമുള്ള പക്ഷേ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത അവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. നമ്മുടെ സ്റ്റേറ്റിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു റിനോൺഡ് ഒരു പേഴ്സൺ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത്. ഇപ്പം മാഡം 2024 അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ജാനുവരിയിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സിറ്റിസൺഷിപ്പിൻ്റെ. ഇന്നിപ്പോൾ ലാസ്റ്റ് പ്രൊസീജിയർ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിസൺഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചിട്ടുള്ള ഒരു സർക്കാരാണിതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉൾപ്പെടെ അക്കാദമിക ബന്ധം ശക്തിപ്പെടുത്തുന്നതുകൊണ്ടും പ്രവർത്തി മുഖ്യ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടും കരിക്കുലം പരിഷ്കരണങ്ങളും സിലബസ് പരിഷ്കരണങ്ങളും ഏറ്റെടുക്കാൻ സാധിച്ചു എന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള നോളജ് എക്കണോമി മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KDISC തുടങ്ങി വിവിധങ്ങളായ ഏജൻസികളെ സമന്വയിപ്പിച്ച് വിദ്യാർത്ഥികളുടെ നൂതനങ്ങളായ ആശയങ്ങളിൽ പ്രയോഗത്തിലെത്തിക്കുന്നതിനും അതിനെ വിപണിയിൽ എത്തിക്കുന്നതിനും പാരന്റ് ഉൾപ്പെടെ ആർജിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനുമെല്ലാം ഈ സർക്കാരിന്റെ കാലത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സെന്റേഴ്സ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് വന്നുകഴിഞ്ഞത് അഭിമാനകരമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നാട്ടിലേക്ക് വരുന്നതിനിടെ വിമാനത്തിൽ വെച്ച് ഹൃദയാഘാതം, യുവാവ് മരിച്ചു. ബഹ്റൈനിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ബഹ്റൈൻ ദുബായ് ആസ്ഥാനമായുള്ള കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൃശൂർ വേലൂർ സ്വദേശിയായ 36 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. നാട്ടിലേക്കുള്ള യാത്രാമധ്യേ വിമാനത്തിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ചൂലൂരിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വലപ്പാട് മുരിയാന്തോട് സ്വദേശി കണ്ണങ്കില്ലത്ത് വീട്ടിൽ 47 വയസ്സുള്ള റഷീദിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകിട്ട് 3 മണിയോടെ ചൂലൂർ സ്വദേശി മെഡൈനി പറമ്പിൽ വീട്ടിൽ സൗഫറിനെയാണ് പ്രതി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വാഹനത്തിന്റെ ലോൺ അടയ്ക്കാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI ഋഷിപ്രസാദ്, GASI ജോബി പോൾ, GACPO മാരായ ജ്യോതിഷ്, ദിനേശ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജുരി 28ാമത് ഉറീസിന് തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ അബൂബക്കർ സഅദി കക്കടിപ്പുറം കൊടിയുയർത്തി. തുടർന്ന് കൂട്ട സിയാറത്തിന് അസ്ലം മുസ്ലിയാർ കയ്പമംഗലം നേതൃത്വം നൽകി. PA അബൂബക്കർ ഹാജി, PB മൂസ ഹാജി, സിറാജുദ്ദീൻ സഖാഫി, PM റഹീം ഹാജി, അബ്ദുൾ അസീസ് അമാനി,
മുഹമ്മദ് അസ്ലം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്ന് വൈകിട്ട് 7 നടക്കുന്ന ആത്മീയ സംഗമത്തിൽ സയ്യിദ് സൈനുദ്ദീൻ സഖായി, അൽ ബുഖാരി, അബ്സമദ് സഖായി എന്നിവർ നേതൃത്വം നൽകും. നാളെ വൈകിട്ട് 6:30 ദിക്കർ ഹൽഗ, 7:30 മജ്ലിസുൽ കരീമിയ, സയ്യിദ് ജഅഫർ സ്വാദിഖ് അൽ ബുഖാരി നേതൃത്വം നൽകും. അനസ് അമാനി മുഖ്യപ്രഭാഷണം നടത്തും. തിങ്കളാഴ്ച വൈകിട്ട് 7 നടക്കുന്ന ഗത്തം ദുവാക്ക് അലി മുസ്ലിയാർ വെട്ടത്തൂർ നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന അന്നദാനം CP ട്രസ്റ്റ് ചെയർമാൻ CP സ്വാലി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ C മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും. ബയാർ തങ്ങൾ സമാപന പ്രാർത്ഥന നിർവഹിക്കും. ചന്ദ്രാപ്പിനി പെരുമ്പടമ്മ SRV UP സ്കൂളിൽ 106ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക KS ശ്രീമോൾക്ക് യാത്രയയപ്പും നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ ഗീത മോഹൻദാസ്, പ്രധാനാധ്യാപിക VV ആശ, മാനേജ്മെന്റ് പ്രതിനിധി പ്രബിത ജയ്, PTA പ്രസിഡന്റ് ഫസീന മുബാറക്, MPTA പ്രസിഡന്റ് ഷംലത്ത് ഷാനവാസ്, സ്റ്റാഫ് സെക്രട്ടറി മീര P രാമകൃഷ്ണൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജ്യോതി ബാസ് തേവർക്കാട്ടിൽ, അധ്യാപിക VA ജമീറ, സ്കൂൾ ലീഡർ മുഹമ്മദ് അഫ്ലഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ രഞ്ജിനി ജയപ്രകാശിനെ ആദരിച്ചു. സ്കൂൾ അങ്കണത്തിൽ തീർത്ത ട്രസ്റ്റ് വർക്കിന്റെ ഉദ്ഘാടനവും വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്കൂൾ മാനേജ്മെന്റ് തൊട്ട് പിന്നിലായി അതൊരു കെട്ടിടം, ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടം പണിയുന്നു. കെട്ടിടം പണിതിന് ശേഷം ഇപ്പുറത്തൊന്ന് പൊളിച്ചു. അതിനുശേഷം സ്റ്റേജായി, ഇപ്പോൾ പന്തലായി, ചെറിയ സ്കൂൾ പാചകമുറിയായി, ടീച്ചർമാരുടെ മറ്റ് സൗകര്യങ്ങളായി, ഇപ്പോൾ കാണാൻ ഒരു ചന്തമുള്ള സ്കൂളായിട്ട് ഇതിന് മാറി. നേരത്തെ എനിക്കറിയാം ഭൗതിക സാഹചര്യങ്ങളിൽ കുറവ് അന്നുണ്ടായിരുന്നെങ്കിലും ഓരോ പരിപാടികൾ കൊണ്ട് സമ്പന്നമാണ് സ്കൂൾ. നല്ലപോലെ ഹൈടെക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളൊന്നാണ്. നമ്മുടെ ഉപജില്ലയിലെ LP സ്കൂളുകളിൽ മികച്ച രീതിയിൽ അധ്യാപകേതര പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങൾ നടക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ SRV UP സ്കൂൾ പെരുമ്പടം. വലപ്പാട് അരയമ്പറമ്പിൽ ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഫെബ്രുവരി 9 വിളക്ക് മഹോത്സവ ദിനത്തിൽ ഗ്രീൻ പാർക്ക് കലാകായിക വേദിയുടെയും രാമദീപം സ്നേഹ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നാഗേക്ഷിക്കാവിൽ നിന്നും വൈകിട്ട് 4 വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഗ്രാമപ്രദക്ഷിണം നടത്തി 7 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ എത്തി ദേവിക്ക് പട്ടും തലയും സമർപ്പിക്കുന്നു. ശേഷം അത്താഴം ഉണ്ടായിരിക്കും. ക്ഷേത്ര മഹോത്സവ ദിവസമായ ഫെബ്രുവരി 10 രാവിലെ 5 നട തുറക്കൽ, നിർമ്മാല ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, പഞ്ചവിംശതി പൂജ, കലശാഭിഷേകം, എതിർത്ത പൂജ, രാവിലെ 9 ശീവേലി എഴുന്നള്ളിപ്പ്, പറയെടുപ്പ്, 11 ഉച്ചപൂജ, ശ്രീഭൂതബലി, 12 മണി മുതൽ 2 മണി വരെ പ്രസാദ ഊട്ട്, വൈകിട്ട് 4 മണിക്ക് 5 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ്. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ദേവിയുടെ തിടമ്പേറ്റും. കൂട്ടാനകളായി മീനാട് കേശു, മുള്ളത്ത് ഗണപതി, കുളമാക്കിൽ ഗണേശൻ, ചിറക്കൽ പരമേശ്വരൻ തുടങ്ങി ഗജവീരന്മാരും അണിനിരക്കും. തുടർന്ന് നിറമാല, ദീപാരാധന, 7 മണിക്ക് വർണ്ണമഴ, വെടിക്കെട്ട്, കേളിപ്പറ്റ്, തായമ്പക, രാത്രി 8 മണിക്ക് മാധവ കലാക്ഷേത്ര തൃശൂർ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ, 11 മണിക്ക് അത്താഴ ശീവേലി എഴുന്നള്ളിപ്പ്, 18 ഒരു ആനയെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഉച്ചാറിൽ പൂരത്തോടെ ഉത്സവത്തിന് കൊടിയിറങ്ങുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പ്രേംഭൂഷൺ, സെക്രട്ടറി രാജീവ്, ഭരണസമിതി അംഗങ്ങളായ അജിത രാജീവ്, AS ബിജു, ഷീജ ബാബു തുടങ്ങിയവർ തൃപ്പയാർ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് തൃപ്രയാറിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 9 ബോധവൽക്കരണവും സൗഹൃദ സംഗമവും സംഘടിപ്പിക്കും. ഓട്ടിസം, ബുദ്ധിവൈകല്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, സെറിബ്രൽ പാൾസി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും അവരെ പരിചരിക്കുന്നവർക്കും വേണ്ടിയാണ് തൃപ്പയാർ രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ ബോധവൽക്കരണവും സൗഹൃദ സംഗമവും സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. ചെയർമാൻ PG നായർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്തിന് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹോപഹാര വിതരണവും സ്നേഹവിരുന്നും സംഘടിപ്പിക്കുമെന്ന് വൈസ് ചെയർമാൻ PV ജനാർദ്ദനൻ, ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി, ട്രഷറർ C പ്രേംകുമാർ, ഫൈനാൻസ് ചെയർമാൻ P മാധവമേനോൻ, പ്രോഗ്രാം കൺവീനർ സുനിൽ പാറമ്പിൽ തുടങ്ങിയവർ തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഗുരുവായൂരപ്പന് ഭക്തന്റെ വേറിട്ട സമർപ്പണം. പൂജാപുഷ്പങ്ങൾക്കായി തെച്ചിപ്പൂങ്കാവനം ഒരുക്കി പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ്.
പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് ഗുരുവായൂർ ക്ഷേത്രഭൂമിയിൽ 2000-ലധികം തെച്ചിപ്പൂച്ചെടികൾ ഒരുക്കി മികവിന്റെ പുഷ്പോദ്യാനം ഒരുക്കിയത്. ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ച ശേഷം ആദ്യ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം മെമ്പർമാരായ KP വിശ്വനാഥൻ, മനോജ് B നായർ, ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, മലപ്പുറം ശാന്തിഗിരി മഠാധിപതി സ്വാമി മുക്തചീത്ത തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. സഹോദരി പുത്രൻ പ്രദീപ് ഖണ്ണന്റെ പിന്തുണയോടെയാണ് സുരേഷ് പുഷ്പോദ്യാനം ഒരുക്കിയത്. കുടുംബത്തോടൊപ്പം എത്തിയാണ് ഐശ്വര്യ സുരേഷ് ഉദ്യാന സമർപ്പണം നടത്തിയത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തുന്ന ഭക്തർ പൊന്നും പണവും ഉപഹാരങ്ങളും ഉൾപ്പെടെ വഴിപാടായി നൽകുന്ന ഗുരുഭവനപുരിയിലേക്ക് സുരേഷ് നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായി. ഇതിനു മുമ്പ് ശബരിമല, ചോറ്റാനിക്കര, തിരുനാവായ തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജാ പുഷ്പങ്ങൾ ഒരുക്കാൻ തെച്ചി തോട്ടങ്ങൾ ഒരുക്കിയ ശേഷമാണ് ഡോക്ടർ ഐശ്വര്യ സുരേഷ് ഗുരുഭവനപുരിയിലും പൂജാ പുഷ്പങ്ങൾക്കായി തോട്ടം ഒരുക്കിയത്. ഗുരുവായൂർ ക്ഷേത്രഭൂമിയിൽ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്ത് തെച്ചി തൈകൾ നനച്ച് പരിപാലിക്കാൻ സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹൈബ്രിഡ് തെച്ചി തൈകളാണ് ഗുരുവായൂരിൽ എത്തിച്ചത്. ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് ഗുരുവായൂരപ്പന് വേണ്ടി പൂജാ പുഷ്പങ്ങൾക്കായി ഒരു ഉദ്യാനം ഒരുക്കുക എന്നത്. താൻ ഒരുക്കിയ പുഷ്പങ്ങൾ അർച്ചനയ്ക്കായി ഇഷ്ടദേവന്റെ മുന്നിൽ നേരിട്ടെത്തുക എന്നത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമെന്നാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷിന്റെ ഭാഷ്യം. സുരേഷ് പാർലിക്കാട് നമ്മുടെ ഭാഗവത സത്രം നടക്കുന്ന അവിടത്തേക്ക് വേണ്ട പൂക്കളൊക്കെ അവിടെ തന്നെ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വളരെ അനുഭവസമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യം നമ്മൾ അംഗീകരിച്ച് ഇവിടെ അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇന്നത് ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ്. താനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ആന്റോ തൊറയൻ ചുമതലയേറ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താനം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന ആന്റോ തൊറയൻ ചുമതലയേറ്റു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, രാമൻ നമ്പൂതിരി, സെക്രട്ടറി ബെന്നി തട്ടിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, വാർഡ് മെമ്പർ മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ നിസാർ കുമ്മങ്കണ്ടത്ത്, TC ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പുഷ്പാങ്കദൻ, സജീവൻ ഞാറ്റുവെട്ടി, ഗോപാലകൃഷ്ണൻ, V മാധവൻ നായർ, പോൾ പുലിക്കോട്ടിൽ, ഉഷ ഉണ്ണികൃഷ്ണൻ, അലി സഗീർ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളത് ശരിയാണ്. 28 ബൂത്ത് ഇനിയിപ്പോൾ നമ്മൾ വരുന്ന നിയമസഭയ്ക്കായാലും ലോക്സഭയ്ക്കായാലും ബൂത്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ബൂത്തിന്റെ ചുമതല ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ എന്നോട് എല്ലാവരോടും കൂടി പറയാം, നമുക്ക് DCC എന്നുള്ള അറിയിപ്പുകളനുസരിച്ചാണ് നമ്മൾ ഭാരവാഹികൾ അറിയിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഞാൻ പറഞ്ഞ BLA-മാരെ അറിയിക്കാൻ പറഞ്ഞത്. നമ്മുടെ ഈ നാടിന്റെ സംവിധാനം വെച്ചിട്ട് എല്ലാവരും ജോലിക്ക് പോകുന്നവരുണ്ട് അല്ലെ. ജോലിയുമായി ബന്ധപ്പെട്ട് തലേദിവസം വിളിച്ചു പറഞ്ഞ് ചിലപ്പോൾ വരാൻ പറ്റില്ലെങ്കിൽ ഇന്ന് വന്നത് 14 പേരാണ്. 28 ബൂത്തിന്റെ ഭാരവാഹികളൊക്കെ നമുക്കുണ്ട്, BLA-മാരുണ്ട്. അതിന് ഇവിടെ നിന്ന് വന്നത് 14 പേരാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചത് ഈ 14 പേരോട് നടക്കണം. മോഹൻ സാർ ചോദിച്ചത് ഈ 14 പേരോട് ഈ കാര്യം നടത്തണമെന്ന് ചോദിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ദത്തുപുത്രി ഇനി ഇന്ത്യയുടെ സ്വന്തം. രവിദാസയത്തിന് പൗരത്വരേഖ കൈമാറി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. നാട്ടിലേക്ക് വരുന്നതിനിടെ വിമാനത്തിൽ വെച്ച് ഹൃദയാഘാതം, യുവാവ് മരിച്ചു. ചൂലൂരിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.